അയൽവാസി പെട്രോളും ലൈറ്ററുമായി വീടിന് മുന്നിൽ പെൺകുട്ടി മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. പെട്രോൾ ഒഴിച്ചതിന് പിന്നാലെ ലൈറ്റർ കത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അവൾ അക്രമിയെ തള്ളി താഴെയിട്ടതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. ആലപ്പുഴ ബീച്ച് വാർഡ് സ്വദേശി ജോസ് മദ്യലഹരിയിലെത്തിയാണ് 18-കാരിക്ക് നേരെ അതിക്രമം കാട്ടിയത്. അയൽ തർക്കത്തെ തുടർന്ന് രണ്ട് കുടുംബങ്ങളും തമ്മിൽ കുറേ നാളുകളായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പകയിൽ വീട്ടിൽ ആളില്ലാത്ത തക്കം നോക്കിയെത്തിയ ജോസ് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടുത്ത മദ്യപാനിയായ ഇയാൾ മുൻപ് പെൺകുട്ടിയുടെ പിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. യുവതി ഒറ്റക്കായിരുന്ന സമയം അയൽവാസി കൂടിയായ ജോസ് ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അസഭ്യം പറഞ്ഞുകൊണ്ടെത്തിയ ഇയാൾ വെല്ലുവിളികൾ നടത്തിയ ശേഷം മടങ്ങിപ്പോയി. പിന്നീട് തിരികെ കയ്യിൽ കരുതിയ കുപ്പിയിൽ പെട്രോളുമായി വരികയായിരുന്നു. യുവതി വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നതോടെ പെട്രോൾ ശരീരത്തിലേക്കും വീടിന്റെ മുൻഭാഗത്തേക്കും ഒഴിച്ചു. ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കാൻ ശ്രമിച്ചതോടെ അപകടം മനസ്സിലാക്കിയ യുവതി ജോസിനെ തള്ളി താഴേക്കിടുകയായിരുന്നു. അപ്പൊ ഞാൻ വന്ന് ഇറങ്ങി നോക്കി നോക്കുമ്പോൾ ഇയാള് ഗേറ്റ് തുറന്ന് ആദ്യം അകത്തോട്ട് കയറി. ഞാൻ പറഞ്ഞു തെറി വിളിച്ചതാ, ഭയങ്കരമായിട്ട് തെറി വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ കൊല്ലൂടി. അപ്പം കയ്യിൽ പെട്രോളൊന്നും ഇല്ലായിരുന്നു. ഉടനെ തെറി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ജോസെ പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഇവിടെ അങ്ങോട്ട് നോക്കി ഇരിക്കുമായിരുന്നു. ഉടനെ ഒരു 5 മിനിറ്റ് എടുത്തില്ല, അതിനുള്ളിൽ വന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഞാൻ കയ്യിൽ കുപ്പിയും ലൈറ്ററും ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. ഉടനെ ഇയാൾ ഗേറ്റ് തുറന്നത് എൻ്റെ മേത്ത് പെട്രോൾ ഇങ്ങനെ വീശി ഒഴിച്ചിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഉടനെ ലൈറ്ററുമായിട്ട് കത്തിക്കാൻ വേണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് ലൈറ്റർ തട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പത് ഞാൻ ആ സൈഡ് ഫുള്ള് കത്തിയായിരുന്നു, കാരണം ഫുള്ള് പെട്രോള് ഇരിക്കുമായിരുന്നു. അമ്മയെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസിനെ വിളിക്കുകയായിരുന്നു. യുവതി താമസിക്കുന്ന പുരയിടം പിടിയിലായ ജോസിന്റെ പിതാവിൽ നിന്നാണ് വാങ്ങിയത്. അന്നു മുതൽ മദ്യപിക്കുന്ന സമയങ്ങളിൽ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ജോസ് ശല്യപ്പെടുത്താറുണ്ടെന്ന് കുടുംബം പറയുന്നു. വീടിന് സമീപം തന്നെയുള്ള ഒരു ഷെഡിലാണ് ജോസും താമസിക്കുന്നത്. ഇതിനു മുൻപ് യുവതിയുടെ പിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കടുത്ത മദ്യപാനിയായ ഇയാൾ സ്ഥിരം ശല്യക്കാരനാണെന്ന് സൗത്ത് പോലീസ് പറയുന്നു. ന്യൂസ് 18 ആലപ്പുഴ.